മാന്യപ്രേക്ഷക സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസം കൊല്ലം തുളസി എന്ന് പറയുന്ന സിനിമാ നടൻ അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് കൊല്ലം തുളസി എന്ന് പറയുന്ന ആ സിനിമാ നടന് നേരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ശ്രമിച്ചിരുന്നു ഞമ്മന്റെ ഈ പറയുന്ന സിനിമാ നടന്മാരും പ്രൊഡ്യൂസേഴ്സും സംവിധായകന്മാരും എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. അതില് അദ്ദേഹം പറയുകയാണ്, അതായത് ഒരു ഹോട്ടൽ റൂമിൽ അദ്ദേഹത്തിന്റെ റൂം ഈ സിനിമ സെറ്റ് കൊടുക്കുന്നു. അത്തരത്തിൽ ആ റൂമിലേക്ക് അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹം ചെന്ന ഉടനെ തന്നെ ക്ഷീണം കൊണ്ട് നേരത്തെ കിടന്നുറങ്ങി എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഏതോ ഒരു കൈ സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ചോദിക്കുന്നു, ആരാതെന്ന് ചോദിച്ചപ്പോ ഇവിടുന്ന് തിരിച്ചു ചോദിക്കുന്നു, അടങ്ങി കിടക്ക അവിടെ എന്ന് പറയുന്നു. അങ്ങനെ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് അതിന്റെ നിർമ്മാതാവായിരുന്നു അദ്ദേഹത്തെ ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ശ്രമിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് അറിയാമോ, കൊല്ലം തുളസി എന്ന് കേട്ടപ്പോൾ, നമ്മൾക്കറിയാം തുളസി എന്നുള്ളതൊക്കെ ആണുങ്ങൾക്കേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്കാണ് പേര് വരിക. അത്തരത്തിൽ കൊല്ലം തുളസി എന്ന് കേട്ടപ്പോൾ തുളസി എന്ന് പറയുന്ന സ്ത്രീ നടിയാണെന്ന് കരുതിക്കൊണ്ടാണ് ഈ സിനിമാ സൈറ്റിലെ ഈ നിർമ്മാതാവോ സംവിധായകനോ ഏതോ ഒരുത്തൻ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അമ്മയുടെ അമ്മയുടെ ഒരുപാട് ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള സിദ്ദീഖൊക്കെ ഈ വലിയ മഹാനടന്മാരെന്ന് നടിച്ചു നടക്കുന്ന കാമഭ്രാന്തന്മാരെ ന്യായീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ കൃത്യമായിട്ടും ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയുണ്ട്. ശ്വേതാ മേനോനെ നമ്മൾക്കറിയാം, നല്ല അഭിനേത്രിയായിട്ടുള്ള, അവർക്ക് തന്റെ നിലപാട് വെട്ടി തുറന്ന് പറയാൻ ആരെയും ഭയക്കാത്ത ഒരു നടി തന്നെയാണ്. അത്തരത്തിൽ ഈ ശ്വേതാ മേനോൻ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മൾക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. റിപ്പോർട്ട് വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് ലേറ്റ് ആയി എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനു മുമ്പേ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് പുറത്തു വരണം. സത്യം പറഞ്ഞാല് നല്ലൊരു ഈ കുറെ വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തമായി ഫൈറ്റ് ചെയ്താൽ മാത്രമേ, നമ്മുടെ കൂടെ ആരും നിൽക്കാൻ പോണില്ല. അത് ഞാൻ എപ്പോഴും ഉറച്ചായിട്ട് ഇപ്പോഴും പറയുന്നത്. 5 വർഷത്തോളമായി അതിന്റെ പഠനം കഴിഞ്ഞിട്ട് ഇത്രയും വൈകി. പക്ഷെ ഇപ്പോഴും തുടർ നടപടികളിലേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം തോന്നുന്നുണ്ടോ? യെസ്, സംശയം എന്തായാലും ഉണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇതിൽ അവർ പറയുന്നു സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് അവർ സംശയിക്കുന്നത് എന്ന് പറഞ്ഞത് മറ്റാരെയല്ല, ലേഡി സൂപ്പർ സ്റ്റാർ അടക്കം, പിന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ അമ്മ ഭാരവാഹിയായിട്ടുള്ള സിദ്ദീഖിന്റെ ഇടവും വലവും ഒക്കെ ഇരുന്ന ജോമോൾ അടക്കമുള്ള സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ശത്രു എന്ന് അവർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. കാരണം ഏകദേശം 5 വർഷമാണ് പിണറായി വിജയൻ അടയിരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതും പ്രധാനപ്പെട്ട 70 പേജുകൾ പൂഴ്ത്തി വെച്ചുകൊണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരകൾക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാ, രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു കാമഭ്രാന്തന്റെ, സംവിധായകനും എഴുത്തുകാരനും എന്തൊക്കെ കൊണാണ്ടറാണ് അവൻ. ഈ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി നടത്തിയ ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടില്ലേ. അവർ എന്താ പറഞ്ഞത്, അവര് മലയാള സിനിമയിൽ മമ്മൂക്ക ഞമ്മന്റെ ഹിക്ക അഭിനയിക്കുന്ന സിനിമ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് അവർക്കെതിരെ വലിയ രീതിയിൽ പീഡന ശ്രമം നടന്നു രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്നും എന്നുള്ളത് കൃത്യമായിട്ടും അവർ പറഞ്ഞു. എന്നിട്ടോ ഈ രഞ്ജിത്ത് ആരാ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. അവനെ കേരള സർക്കാരിന് കീഴിലുള്ള അക്കാദമിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താനോ തൽക്കാലം ഒരു വിശദീകരണം ചോദിക്കാൻ പോലും സർക്കാരോ ഈ അമ്മയടക്കം ആരും മുതിർന്നിട്ടില്ല. അപ്പോൾ ഇരകൾക്ക് നീതി കിട്ടില്ല. അത്തരത്തിൽ ഈ സ്ത്രീകൾ തന്നെയാണ് ഇവർക്കെതിരെ നിൽക്കുന്നത് എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. ബാക്കിയുടെ കേട്ട് നോക്കാം. സ്ത്രീകള് ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആൾക്കാര് പുറത്തും വരില്ല. പിന്നെ അതിന് ആണുങ്ങളെല്ലാം പിന്നെയാണ്. സ്ത്രീകളെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഭയങ്കരമായ സ്ത്രീകൾക്ക് പുറത്തു വരാം, കുറെ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇപ്പോഴന്നെ കുറച്ച് ആൾക്കാർ പുറത്തു വരാൻ തുടങ്ങിയത് നല്ലൊരു മാറ്റം തന്നെയാണ്. ഐ എം വെരി ഹാപ്പി, വെരി വെരി പോസിറ്റീവ്. ഇതിലെ പല കണ്ടെത്തലുകളും കാണുമ്പോൾ ചിലര് ഞെട്ടലുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഈ രംഗത്ത് നിൽക്കുന്ന ഒരാൾ രീതിയിൽ അങ്ങനെ ഞെട്ടേണ്ടതുണ്ടോ, അതോ യാഥാർത്ഥ്യമാണോ പറഞ്ഞത്? അഗൈൻ എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ മുകളിലൊരു 10-12 കേസ് ഞാൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ഒരാളായിട്ട്, ഇന്നൊന്നല്ല, സ്കൂളിൽ ഞാൻ തുടങ്ങിയ തൊട്ടിട്ട് തന്നെ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇതൊന്നും പുതുമയായിട്ട് തോന്നില്ല. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് നമ്മള് ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മളോട് എപ്പോഴും നോ പറയുന്ന സ്ഥലത്ത് നോ പറയണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് യു ഷുഡ് സേ നോ. പിന്നെ ഇവിടെ ആരും നമ്മൾ നോക്കൂ, അവർ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, അവർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ച, ഞാൻ വളർന്നു വന്ന സംസ്കാര പ്രകാരം നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ കിടന്നു കൊടുത്ത് കാശും പ്രശസ്തിയും എനിക്ക് വേണ്ട എന്ന് അവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ പറയുന്ന ഹിക്കമാരും ഏട്ടന്മാരും ജനപ്രിയന്മാരും പിന്നെയോ സ്വയം മേലങ്കി എടുത്തണിഞ്ഞത് എന്താ ലേഡി സൂപ്പർ സ്റ്റാർ ഇവളുമാരൊക്കെ കൂടിക്കൊണ്ടുള്ള ഈ ഒരു വലിയ മാഫിയ, ആ മാഫിയക്കെതിരെ ആര് ചെയ്തിട്ടും കാര്യമില്ല. 5 വർഷം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ആ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിക്കമാരുടെയും ഈ ഏട്ടന്റെയും ഈ ജനപ്രിയന്റെയും ഈ ലേഡി സൂപ്പർ സ്റ്റാറിന്റെയും ഒക്കെ ആ പവർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കുള്ള ആ പവർ എവിടെന്നാ കിട്ടിയത്? ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ട് അവർക്ക് കാശ് കൊടുത്ത് സിനിമാ തിയേറ്ററുകളിൽ പോയി കണ്ടതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ ഈ പവർ വന്നത്. എങ്ങനെയാ പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് പവർ വന്നത്? നമ്മൾ ഈ വിരൽ കൊണ്ട് വോട്ട് കുത്തി തന്നെയാണ് അവനൊക്കെ പവർ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇവിടെ കുറ്റക്കാർ ഞാനും നീയും തന്നെയാണ്. മാന്യ പ്രേക്ഷക, ബാക്കിയോടെ കേട്ട് നോക്കാം. ഗുഡ് ഫാമിലി, ഗുഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആൾക്കാരാണ്. ഐ തിങ്ക് നമ്മൾ നോ പറയാത്തോണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ എല്ലാവർക്കും അവരുടേതായ സാഹചര്യങ്ങൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല. അവിടേക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇന്നലെ അടക്കം അമ്മയുടെ വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായപ്പം അമ്മ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പങ്കെടുത്ത നേരത്തെ പറഞ്ഞ പോലെ ചില സ്ത്രീകൾ തന്നെ ഇങ്ങനെ അതിനെ പ്രതികരിക്കുന്നതിന്റെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കണം ചില അനുഭവങ്ങളൊന്നും ഞങ്ങൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണോ ആ നിലപാടുകൾ? എനിക്ക് എന്റെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകള് ഫേസ് ചെയ്ത കുറെ പ്രോബ്ലംസും പേയ്മെന്റ്സ് സമയത്ത് കിട്ടാത്തത്, പിന്നെ നമ്മൾ ചോദിക്കുമ്പോ അതെന്തോ വലിയൊരു നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെ, പിന്നെ സമയം ഇപ്പൊ 7 മണിക്ക് ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് 4 മണിക്ക് നീക്കണം റെഡി ആയിട്ട് വരാൻ. അപ്പൊ അങ്ങനത്തെ, പിന്നെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമുക്ക് നമ്മുടേതായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ. അഗെയിൻ ഞാൻ ഈ ബോളിവുഡിൽ പോയോണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ ഇതൊക്കെ ഞാൻ ഭയങ്കരമായി എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടല്ല, ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്. പക്ഷെ ഒരുപാട് സ്ത്രീകൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് പ്രോബ്ലംസ്. പിന്നെ ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് സ്ത്രീകൾ ഹാവ് ടു കം ഔട്ട്, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതുപോലെ തന്നെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ആരെങ്കിലും പറഞ്ഞുള്ള അറിവുണ്ടോ? അതിപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് വ്യക്തിപരമായ? നോ, ഐ ഹവ് നെവർ ഹാഡ് എ പ്രോബ്ലം. സത്യം പറഞ്ഞാൽ എന്നെ എല്ലാവരും ടോംബോയ് ആയിട്ടാണ് നോക്കാറുള്ളത്, എടാ പോടാന്നായിട്ടാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. സോ ഐ ഹവ് നെവർ ഫേസ് ദോസ് തിങ്സ്. പക്ഷെ ഫ്ലേർട്ടിങ്, ഐ തിങ്ക് വി ഓൾ ഫ്ലേർട്ട് വിത്ത് ഈച്ച് അതർ, അതൊക്കെ എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഈ അഥവാ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നോ പറയാൻ ഭയങ്കരമായ ഒരു സ്ട്രോങ് വോയിസും ഉണ്ട്, സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്. ഐ വിൽ സേ നോ. ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ ആരെങ്കിലും, മറ്റുള്ള ആരെങ്കിലും പറഞ്ഞുള്ള അറിവുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ അമ്മേന്റെ വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഞാൻ ജനറൽ ബോഡിയിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയാണ്ടായിരുന്നത്, മൈക്കില് ഞാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പ്ലീസ് വരിക, ഈ ചാൻസ് എപ്പോഴും കിട്ടില്ല, ഒരാളും വരാറില്ല. ഞാൻ ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ സ്ത്രീകളുടെ കൂടെ ഞാൻ നിൽക്കാൻ റെഡിയാണ്. ബിക്കോസ് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കുറെ സിനിമകൾ ചെയ്യാത്തത് തന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ്. ബിക്കോസ് എനിക്ക് സ്ട്രോങ് ആയ ഒരു നിലപാടുണ്ടായതുകൊണ്ട് ചില ആൾക്കാർ എനിക്ക് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്, ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. പക്ഷെ സിനിമ കിട്ടാത്തതും പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, അപ്പൊ അതിന് നിങ്ങളെല്ലാരും എന്താ പറയാ മീഡിയ പറയുന്നത് തിരിച്ചു വരവ്, ഞാൻ എല്ലാം 6 മാസത്തിൽ തിരിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് സിനിമ കിട്ടുമ്പോ തന്നെയല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോ അതാണ്. സോ ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് വിമൻ ഹാവ് ടു, നമ്മൾ സ്വന്തമായി ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഈ പ്രതികരിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അരുതാത്തടത്ത് നോ എന്ന് പറയുന്നത് കൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് സിനിമ കിട്ടാതെ പോകുന്നത്? അല്ല, എനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും
ഞാൻ മിസ് ഇന്ത്യ ആയിട്ടാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. ഞാൻ എന്താ പറയാ, അതിന്റെ മുമ്പേ ഫാമിലി ഫ്രണ്ടിന്റെ സിനിമയിലാണ് ഞാൻ തുടങ്ങുന്നത്, ജോമോനേട്ടൻ അനശ്വരം. സോ എനിക്ക് അങ്ങനത്തെ ഒരു മോശമായ ഇതുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ടോയ്ലറ്റ് വേണം, അല്ലാതെ എനിക്ക് ഇത് വേണം, അതൊക്കെ ഞാൻ നിർബന്ധമായ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചോദിച്ച് വാങ്ങുന്നതാണ്. പക്ഷെ ഞാൻ എത്രയോ സ്ത്രീകൾ എന്റെ കോസ്റ്റാർസോ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പറയണം. ഇപ്പൊ സ്വിമ്മിങ് പൂളിന്റെ ഒരു ഷോട്ട് വെച്ചാൽ എനിക്കിപ്പോ പീരിയഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യില്ല, മാറ്റി വെക്കുക, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് എങ്ങനെ അറിയും? അവരവരുടെ ഷെഡ്യൂൾ വെച്ചിട്ട് അവരെന്ത് വേണമെങ്കിൽ ചെയ്യും. പാർവതി അടക്കമുള്ള ആളുകൾ പറയുന്നത് അവര് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തു, അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമയിൽ നിന്ന് കൃത്യമായ അവസരങ്ങൾ കിട്ടുന്നില്ല. ഈ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഈ ഇല്ലീഗൽ ബാനിങ് അതുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അത് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ടാവും, ബിക്കോസ് എനിക്കും അങ്ങനെ ഇല്ലീഗൽ ബാനിങ് നടന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ബിക്കോസ് ഒരു സുപ്രഭാതത്തിൽ 9 സിനിമ സൈൻ ചെയ്ത ആള് സഡൻലി സിനിമ ഇല്ലാത്ത, സഡൻലി ആ 9 സിനിമ എവിടെ? സൈനിങ് എമൗണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്റെ കയ്യിലുണ്ട്, പക്ഷെ സിനിമകളൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട്? എന്താണ് അങ്ങനെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടാകാൻ? മേ ബി ഐ ഡോണ്ട് ബോദർ. എനിക്ക് വരാനുള്ള കാര്യം വരും എന്നുള്ള ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായതുകൊണ്ട് ഐ ഡോണ്ട് ലുക്ക് ബാക്ക്. ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ സിനിമയില്? ആണുങ്ങൾ മാത്രമല്ലല്ലോ, അതിൽ പെണ്ണുങ്ങളും ഉണ്ടാവും. നോക്കാം. മറ്റു ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരെ ഉണ്ട്. എതിർക്കപ്പെടേണ്ടത് തന്നെ. ഈ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം സർക്കാർ ഇപ്പോഴും പറയുന്നത് ഒഫീഷ്യലായിട്ട് പരാതി ആരും തരുന്നില്ല, അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസോ അന്വേഷണത്തിനോ സാധ്യതയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കറക്റ്റ് ആണ്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഹേമ കമ്മിറ്റി അല്ല, ആരാണെങ്കിലും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധാനം കൂടിയായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ആക്ഷേപമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. അതിനെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, പ്രൂഫ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഷീ ഷുഡ് ഡു ദ കംപ്ലൈന്റ്. ആരാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. നോക്കൂ, ഇവർ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ജഗദീഷ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ നടന്റെ പ്രതികരണം കണ്ടു. എത്ര വളരെ ബോൾഡ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് കേട്ടില്ലേ? അതേപോലെ തന്നെയാണ് ശ്വേതാ മേനോൻ. എത്ര ബോൾഡ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. കൃത്യമായിട്ടും കാര്യങ്ങൾ വ്യക്തമായിയാണ് പറയുന്നത്. അല്ലാതെ സിദ്ദീഖിന്റെ പോലെയും സിദ്ദീഖിന്റെ വലം വീടൊക്കെ കുറെ പെണ്ണുങ്ങളെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഇത്തരത്തിൽ വലിയൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശ്വേതാ മേനോൻ തന്നെ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, കൊല്ലം തുളസി അടക്കമുള്ള ആളുകൾക്ക് പ്രകൃതി വിരുദ്ധ പീഡനവും പല നടിമാർക്കും ബലാത്സംഗ ശ്രമവും ബലാത്സംഗം പോലും ഇതിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഭരിക്കുന്ന ഈ കാമഭ്രാന്തന്മാരെ ഇനിയും നമ്മൾ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ടോ എന്നുള്ളത് ഓരോ സാംസ്കാരിക മലയാളിയും തന്നെയാണ് ചിന്തിക്കേണ്ടത്. അത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കുപരി തന്നെ കൃത്യമായിട്ടും ഇത്തരത്തിൽ നമ്മൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മ പെങ്ങന്മാരും മക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വരുന്ന തലമുറയിലേക്ക് നമ്മുടെ ഈ മലയാള സിനിമ എന്ന് പറയുന്ന അതൊരു വ്യവസായമാണെങ്കിൽ പോലും ആ ഒരു കലാരംഗം, ആ കലാരംഗത്തേക്ക് നമ്മുടെ ഈ സഹോദരിമാർ കടന്നു വരുമ്പോൾ ആ സഹോദരിമാരെ കാമം തീർക്കാനുള്ള ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ മലയാള സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ, അന്യ ഭാഷയിൽ നിന്ന് വരുന്ന സിനിമാ നടികൾക്ക് പോലും അത് നേരിടുന്നുണ്ടെങ്കിൽ ആർക്കാണ് നാണക്കേട്? ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ സിനിമാ നടന്മാർക്ക് മാത്രമല്ല, മലയാളി എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഞാനടക്കമുള്ള എന്നെ കാണുന്ന എല്ലാവർക്കും തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ നിലപാടുകൾ ബോൾഡായി തന്നെ തുറന്നു പറയുമ്പോൾ പലരും ഈ പറയുന്ന ഹിക്കമാരെയും വേട്ടന്മാരെയും ജനപ്രിയന്മാരെയും ലേഡി സൂപ്പർ സ്റ്റാറുകളെയും ഒക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പച്ച നുണകളുമായി രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ശ്വേതാ മേനോന്റെ ഈ ബോൾഡായിട്ടുള്ള നിലപാട്, ജഗദീഷ് അടക്കമുള്ള ആളുകളുടെ ബോൾഡ് ആയിട്ടുള്ള നിലപാട്, അതിനെ നമ്മൾ ശ്ലാഘിക്കേണ്ടത് തന്നെയാണെന്ന് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.